respected guests, doctors, and all the clinicians, parents, എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഈ കോഴിക്കോടിനൊരു പ്രത്യേകത ഉണ്ട്, ഞങ്ങളുടെ കമ്പനിയും കോഴിക്കോടും തമ്മിൽ. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഞങ്ങൾ കോളേജിൽ MES കോളേജ് കുറ്റിപ്പുറത്താണ് പഠിച്ചത് എൻജിനീയറിങ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ് ജെൻ റോബോട്ടിക്സ് എന്നുള്ളത്. ഞങ്ങൾ ഈ റോബോട്ടിക്സിൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടാണ് ബേസിക്കലി ഇതിലോട്ട് വന്നത്. അപ്പോൾ അവതാർ, അയൺമാൻ പോലത്തെ മൂവീസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോബോട്ട്സ് ഡെവലപ്പ് ചെയ്തു. കോളേജിലൊക്കെ ഭയങ്കര അപ്രിസിയേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഈ കോഴിക്കോട് തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ 2 തൊഴിലാളികളെ മാൻഹോളിൽ നിന്ന് രക്ഷിക്കുന്ന സമയത്ത് അവർ മരണപ്പെട്ട്, അതിന് ക്ലീനിങ് പ്രോസസ്സിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ട് റോബോട്ടിക്സ് ആളുകളെ വെൽബീയിങ്ങിന് യൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ഫസ്റ്റ് തോട്ട് വരുന്നതും. ഇതൊരു സിനിമ, ഒരു ഫാൻറ്റസി, ഒരു കൈൻഡ് ഓഫ് ഇതല്ല, ആളുകളുടെ വെൽബീയിങ്ങിന്, സാമൂഹിക വെൽബീയിങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് വരുന്നതും. അങ്ങനെയുള്ള റോബോട്ട്സിൽ മാത്രം ഇനി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നതും അന്ന് മുതലാണ്. അങ്ങനെ ആ ഒരു ലോകത്തിൻ്റെ ആദ്യത്തെ മാൻഹോൾ ക്ലീനിങ് റോബോട്ട് ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അത് ഇന്ത്യയിലെ 18ഓളം സംസ്ഥാനങ്ങളിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജേണിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഗൈഡഡ് ഡിസബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് അറിയുന്നതും. അതിലെന്തുകൊണ്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ആ ഒരു എക്സോസ്കെൽട്ടൻ അത് ഇതിലോട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ അഡൽട്ട് വേർഷൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ അത് 2 വർഷമായി ഇപ്പോൾ തണലിൽ ആവുന്നു. ഈ മാർച്ചിൽ അഡൽട്ട് വേർഷൻ ലോഞ്ച് ചെയ്യുന്നു. അതേപോലെ കോഴിക്കോടിൻ്റെ പ്രത്യേകത പറയാൻ കാരണം, കോഴിക്കോട് വെച്ചാണ് ആദ്യമായിട്ട് ഇദ്രീസ് സാറ് ഈ പീഡിയാട്രിക് പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഇത് കൊടുത്തുവിടാന്നുള്ളൊരു തോട്ട് സാറ് പറയുന്നതും. അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞു അത് അഡൽട്ടിൻ്റെ ഡിസൈനിൽ തന്നെ കൊടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. സാർ അത് വേണ്ട, കുട്ടികളാണ്, അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഗെയിമിഫിക്കേഷനും അവർക്ക് അത്രയും കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ വേണമെന്നുള്ളൊരു തോട്ട് വരുന്നതും. ഇന്നിവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പീഡിയാട്രിക് ഗൈഡ് ട്രെയിനറിനുള്ളൊരു എന്താ പറയുക സാധ്യത, ഹിസ്റ്റോറിക് മൊമെൻറ്റിനുള്ളൊരു ഒക്കേഷൻ തന്നതിന് ഐ റിയലി വാണ്ട് ടു താങ്ക് ഇദ്രീസ് സാർ ഓൺ ദാറ്റ്. ജെൻ റോബോട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളുടെ ബ്ലഡിലുള്ളത്, ജെൻ റോബോട്ടിക്സ് ടീമിൻ്റെ ബ്ലഡിലുള്ളത്. ഒന്ന്, റോബോട്ടിക്സിനോടുള്ള അതിയായ പാഷൻ. അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വൺ ഓഫ് ദ മെയിൻ തിങ്. രണ്ടാമത്തെ കാര്യം, സാമൂഹ്യ പ്രതിബദ്ധത. അത് ഞങ്ങളുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എവിടെയൊക്കെയോ മനുഷ്യന് വെയ്യാണ്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻസായിട്ട് അവർ ബാധിക്കുന്ന, അവരുടെ ലൈഫിനെ ബാധിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ, അവിടെ എല്ലാം റോബോട്ടിക്സിനെ എത്തിക്കുക എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടായ ഒരു മാജിക്കും അതുതന്നെയാണ്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പല ആളുകളും അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതെല്ലാവരും ഇത്രയും ഈ ടൈപ്പ് ആളുകൾ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ലോകത്ത് പല റവല്യൂഷണറി സ്റ്റെപ്പുകളും പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ. സോ സത്യം പറഞ്ഞത് ഭയങ്കര ഇമോഷണലാണ്. അവന് അതിൽ കയറി അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു ഫീലാണത്, ഒരാൾക്ക് അത് എത്തുക എന്നുള്ളത് പറയുമ്പോൾ. ഇന്ന് അഷീൽ സാറും അഹമ്മദ് സാറൊക്കെ എടുക്കുന്ന ആ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ഇന്ത്യയിലെ ഇതൊരു ഹിസ്റ്റോറിക് മൊമെൻറ്റിനുള്ളൊരു തുടക്കമായതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇനിയും അത് ലോകത്തിൻ്റെ പല കോണുകളിൽ എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.